അപ്പൊ എന്റെ ആദ്യത്തെ ഫ്ലൈറ്റ് ആണ് ഗൈസ് ഞാൻ ഓടിക്കുന്നത്. അതെ, നമ്മളൊരു പൈലറ്റ് ആണ്. എന്റെ ഫസ്റ്റ് ദിവസം നമ്മള് പൊളിക്കും. എന്റെ കൂടെയുള്ള ഒരുത്തരം കാണാല്ലേ ഗൈസ്, അവൻ അവിടെ എന്തോ കുടിച്ചിട്ട് എന്തോ ഒരു കട്ടൻ കാപ്പി എന്ന് പറഞ്ഞാൽ ഇത് കുടിച്ചേ എന്ന് വെച്ചാൽ അടുത്ത് കുടിച്ചിട്ട് അവിടെ നടക്കണായിരുന്നു. എന്തിനൊക്കെയാണ് നമ്മളെ ഓടിക്കുന്നത്. നമ്മളിത്തിരി പ്രോ ഡ്രൈവറായിക്കണത് നമ്മളിപ്പോ ഓടിച്ചൂടാ, അവന്റെ ആവശ്യമൊന്നുമില്ല നമുക്ക്. അറിയാലോ നമ്മൾ കൊണ്ട സീന. അതെ സത്യമായിട്ടും നമുക്കപ്പോ ഇവിടെ ഫുള്ള് ഒന്ന് നോക്കണം ഗൈസ്. അവിടെ ഇവിടെ കനക്കം കേൾക്കുന്നുണ്ട്, എന്തൊക്കെയാ ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. ഓക്കെ, അപ്പൊ ചില്ലായിട്ടൊരു രസമാണ് ഗൈസ്. നല്ല ഫ്ലൈറ്റ് ഇരിക്കുന്നതിന്റെ ഒരു ആഗ്രഹമായിരുന്നു. ഇവിടെ ആണെങ്കിൽ കുറെ ബട്ടനൊക്കെ ഉണ്ട് ഗൈസ്. എടാ ബട്ടനക്ക് എന്തോ പണി കിട്ടി, എന്തോ സൗണ്ട് കേട്ടിട്ട് എന്തോ പയ്യ പിടിച്ച്. എടാ കൺട്രോളർ നമ്പർ പിടിക്കും, നമ്പർ കൊടുത്തട്ടെ. ഫോൺ കോളൊന്നും കിട്ടണല്ലേ. ഹലോ ആരെങ്കിലുണ്ടോ? ഹലോ. നമസ്കാരം, എന്റെ പേര് കരിവേരിൽ പിള്ളിൽ ശാന്തൻ മകൻ പ്രശാന്തൻ, AS പ്രശാന്തൻ. കിണ്ടിയത് പ്രാന്തരാണ് അവിടെ പിടിച്ചിരുന്നത്. തന്റെ പേര് കിണ്ടി എനിക്കറിയണ്ട. ഇതെങ്ങനെ ഓഫ് ചെയ്യണ പൊട്ടി കട്ടവേ. സുഹൃത്തെ, പ്ലീസ് ശാന്തനാകൂ. നിങ്ങളുടെ നേരെ മുന്നിൽ ഒരു വലിയ കൺട്രോൾ ഹാൻഡിൽ ഉണ്ടോ? ആ ഹാൻഡിലിന്റെ ഇടതുവശത്ത് ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? സ്വിച്ച് കണ്ടത് അത് നിക്കണ്ട്. അതൊരിക്കലും അമർത്താൻ പാടില്ലായിരുന്നു. ഇതൊക്കെ നേരത്തെ പറയട്ടെ, ഞാൻ അമർത്തി കഴിഞ്ഞു. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാ, നിങ്ങളുടെ വിമാനത്തിന്റെ മെയിൻ എഞ്ചിൻ ഓഫായി. അങ്ങനെ പറയല്ലേ, പോയി. അങ്ങനെ ഞാൻ പ്ലെയിൻ വെള്ളത്തിൽ ക്രാഷ് ചെയ്ത്. അങ്ങനെ ഞാൻ അവിടുന്ന് എണീറ്റ് കിട്ടിയ സാധനങ്ങളെ കൊണ്ട് ഞാൻ ഒരു സ്ഥലം വരെ എത്തി. അങ്ങനെ കിട്ടിയ സാധനം കൊണ്ട് തുറഞ്ഞു പറഞ്ഞ് നമ്മൾ ഏതൊരു ഏരിയ എത്തി. ഇപ്പോഴാണ് ഇവിടെയാണ് ഒരു സ്ഥലം കാണാൻ പറ്റി. ഇത്ര നമ്മൾ തുഴയായിരുന്നു. എന്നിട്ട് പോയിട്ട് നമുക്ക് ഒന്നും ഉണ്ടായില്ല കേസ്. ആകെ ഒരു വെള്ളം കുപ്പി, അങ്ങനെ ചെറിയ സാധനങ്ങളുണ്ട്, വേറെ ഒന്നും ഉണ്ടായില്ല. പന്ന എന്താ ആളുടെ പേര് എന്റെ വായിട്ടല്ലേ, പന്നാരനെ. ആളുടെ ചുമന്ന വട്ടം പച്ചോട്ട. അതുകൊണ്ട് ഫ്ലൈ ക്രാഷ് ചെയ്യും. നമ്മുടെ കൂടെ ഏതോ ഒരുത്തിനോട് ഉണ്ടായിരുന്നു. നമ്മള് പ്രൈവറ്റ് വണ്ടിയിലായിരുന്നു വന്നോണ്ടിരുന്നേ. ആരും ഇവിടെ നിന്ന് പിക്ക് ചെയ്ത് നമ്മള് വന്നേ. സോ നമ്മുടെ കൂടെ ഒരുത്തിനോട് അവനൊക്കെ ഇവിടെ പോയാവോ? എല്ലാരും എവിടെ പോയി ലോസ്റ്റ് ആയി കേസ്. നമ്മുടെ കയ്യിൽ കണ്ട വാട്ടർ ബോട്ടില്, പിന്നെ ഇത്തിരി ബ്രെഡ്, എണ്ണ ഉള്ളത്, ലൈറ്റ്, ഇത്ര സാധനങ്ങൾ കിട്ടിയുള്ളൂ കേസ്. വേറെ ഒന്നും നമ്മളെ ഇല്ല. ഭാര്യനെ കാണാനായിരുന്നു നമുക്ക് വീണ്ടും ഇങ്ങോട്ട് തുഴയാൻ കേസ്. ഏതൊരു സ്ഥലത്തൊക്കെ എത്തണവരെ. എടാ അവിടെ എന്തൊരു ബോർഡ് പോലെ എന്തോ കാണണ്ടല്ലോ. എനിക്ക് തോന്നണോ ബോട്ട് പിടിച്ച് നമുക്ക് അവിടെ വരുന്ന പോയി നോക്കാം. അവിടെ ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആരിലൊക്കെ നമുക്ക് ആരിലൊക്കെ കണ്ടുപിടിക്കുന്ന കേസാണ് നമുക്ക് പറയണം എന്താ സംഭവം എന്നൊക്കെ. അവിടെയൊക്കെ എന്തോ കാണണ്ട് കേസ്. അവിടെയൊക്കെ ആരുണ്ട് എന്തായാലും. അത് ആരിലൊക്കെ ബിൽഡ് വെച്ച പോലെ ഉണ്ട് കാണാമെങ്കിൽ. അവിടെയൊക്കെ പോയി നോക്കുക, ആരിലൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ. ഹലോ അവിടെ ആയാലുണ്ടോ? ഹലോ ആടാ, ഇത് വലിയ സ്വിച്ചാടാ. ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. ഷെയർ ലൈക്ക് സബ്. അവസാനം നമ്മൾ ആരിലൊക്കെ ഉള്ള സ്ഥലത്ത് എത്തിയല്ലോ. സന്തോഷം. ഇവിടെ ആരൊക്കെ ഉണ്ട്? ഷെയർ ലൈക്ക് സബ് ഇതൊക്കെ ചെയ്തേക്ക്. ഓക്കെ, ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടാ മറ്റേ ഇതൊക്കെ എന്തൊക്കെ ബിൽഡ് വെച്ചിരുന്നു. അപ്പൊ ഇവിടെ ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട്. അപ്പൊ ആൾക്കാർ ആരൊക്കെ അവരൊക്കെ ഇവിടെ TNT നടന്നുകൊണ്ട് സിറ്റിയുടെ പേര്. അതെ, അപ്പൊ TNT എന്ന് പറഞ്ഞ സിറ്റി നമ്മൾ എത്തിച്ചേർന്നുണ്ട് കേസ്. ഇനി നമുക്ക് നൈസായിട്ട് ഇവിടെ കൂടാൻ നോക്കാം. ആരെല്ലാം കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് തൽക്കാലത്തേക്ക് ഇവിടെ കൂടാൻ നോക്കാം. പക്ഷെ ആരും ഇവിടെ കാണാനില്ല, അതാ പ്രശ്നം. ഇവിടൊക്കെ എന്തൊക്കെയുണ്ടോ നമുക്കൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കണം. ഓക്കേടാ, ഇവിടെ എന്തോ കുറെ മോബ്സിനൊക്കെ ആരും ബിൽഡ് വെച്ചിട്ടുണ്ട് കേസ്. അപ്പൊ ഇവിടെ ആൾത്താമസം ഇത് ക്ലിയർ ആയി നമുക്ക്. തണ്ടർ ആൻഡ് ട്രോൾ. അവിടെ TNT തണ്ടർ ആൻഡ് ട്രോൾ എന്നാണ് ഇത്. അവിടെ സ്കെലിറ്റന്റെ ഫോട്ടോ അവിടെ. ഓക്കെ, അവസാനം നമ്മൾ ഈ ഏരിയയിൽ എത്തിയത് കേസ്. ഈ സ്ഥലത്ത് കേട്ടെന്ന് വാർത്തയൊക്കെ വീടാണ്. നല്ല ഇപ്പൊ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് കേസ്. നമ്മൾ ഇനി ഇടയ്ക്ക് ഈ സീരീസിൽ കളിക്കുന്നത് ഈ സെർവറിൽ. ഓക്കെ. നമ്മൾ ഈ സിറ്റിയിലെത്തി. ഇനി നമുക്ക് ഇവിടെ ചുറ്റിക്കറങ്ങി കാണാം കേസ്. ഇവിടെ എന്തൊക്കെ ആരെങ്കിലൊക്കെ കാണുന്നുണ്ടായില്ല. എന്നാലും നമുക്ക് സപ്പോർട്ടിന് സഹായിക്കാൻ പറ്റുള്ളൂ. ഇതെന്ത് ഇവിടെ ഇതെന്ത് ഏരിയ? ഇതാണ് ഇവരുടെ എന്താ സ്പോൺ എന്നാണ് തോന്നുന്നു കേസ്. അതെ, ഇതാണ് സ്പോണെന്ന് തോന്നുന്നു കേസ്. ഓക്കെ, ഇവിടെ എന്തൊരു ബിൽഡിംഗ് ഉണ്ട്. ഇതിന്റെ ഓപ്പണിങ് എവിടെയാ?
കുറെ സെറ്റ് വലിയൊരു സിറ്റിയാണ് ഗൈസ്. കുറെ ആൾക്കാർ ജീവിക്കുന്നുണ്ട് ഇവിടെ. ഓ ഇവിടെ എനിക്ക് ഇരിക്കാനുള്ള കശാര. ഓക്കെ, നമ്മളെ വീട്ടിൽ നിന്നിട്ട് പരിപ്പൊടി ചായ കുടിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടെ സംസാരിക്കും. നമുക്ക് അവിടെ ജസ്റ്റ് സ്പൈ ഗ്ലാസ് പോലത്തെ സാധനം കിട്ടുന്നുണ്ട് ഗൈസ്. നമുക്ക് ഇനി ഈ വഴി പോയി നോക്കാം. ഇവിടെ നിന്ന് ആരും കാണാനില്ല, ഇവിടെ ഇല്ല എന്നാണ് ഗൈസ് ഇപ്പോ. ഓ എടാ ഫ്ലൈറ്റ്, നമ്മളെ ഫ്ലൈറ്റ് പോലത്തെ ഫ്ലൈറ്റ് ഗൈസ്. ഓ അവിടെ നമ്മുടെ അതേ ഫ്ലൈറ്റ്. എനിക്ക് എന്തൊക്കെ ഓർമ്മകൾ വരും, നമ്മുടെ അതേപോലത്തെ ഫ്ലൈറ്റ് തന്നെ. ഇവിടെ ഇതെന്താ മേളിൽ എയറിൽ പുറത്തിരിക്കണം, ഇതിനെ കുറിച്ച് എനിക്കൊന്നും മനസ്സിലാവണം ഗൈസ്. ഇതൊക്കെ ഇവിടുത്തെ ആൾക്കാരോട് ചോദിക്കേണ്ടി വരും. ഓ വലിയ സിറ്റിയിൽ ഇത് ഇങ്ങനത്തെ ഇത്ര വലിയ സിറ്റി കണ്ടിട്ടില്ല ഗൈസ്. GFC എന്നൊക്കെ കണ്ട് ഇവിടെ മറ്റേ ചിക്കൻ്റെ കട. ഓ ഇവിടെ ചിക്കൻ്റെ കുറെ ഉണ്ടാവും. നോക്കട്ടെ ചിക്കൻ. ഒരു പപ്പടം പോലില്ല. ഇവിടെ ഒന്നും ഫുഡ് ഇല്ലടേ. നമ്മളിലുള്ള ഫുഡ് വെച്ച് കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇവിടെ ഇനി എന്താ ഉള്ളത്? എൻ്റെ അമ്മ എന്തിരിൽ ബിൽഡിംഗ് ആണത്. അവിടെ നമുക്ക് അവിടെ നിൽക്കാലത്ത് നമ്മൾ താമസിച്ചാലും, പക്ഷെ ഇവിടെ ഉള്ള ആരോടൊന്നും പറയാണ്ട് കയറിയാൽ പണി കിട്ടും. എന്തിരിൽ ബിൽഡ് കാണും. എൻ്റെ പൊന്നു, എൻ്റെ 8 ഇരട്ടിയുണ്ട്. എന്നെ അളന്ന് വെച്ചാൽ പോലും പറ്റില്ല. ഓക്കെ, ഇവിടെ എന്താ വെച്ചിട്ടില്ല, ഗോസ്റ്റ് ഇൻറ്റു വാൾട്ടർ. ഇതൊക്കെ ഇവിടുത്തെ ആൾക്കാരുടെ പേരാണെന്നുണ്ട് ഗീസ്. G×W. ഓ ഇത് ഇവിടുത്തെ ആൾക്കാരുടെ പേരാന്ന് തോന്നിട്ട് ഗൈസ്. ആരൊക്കെ നടത്തേണ്ട ബിൽഡിങ് കട. ഓക്കെ, ഇത്രയായിട്ട് പക്ഷെ ഒരുത്തരം പോലും കാണാന്ന് പറയുമ്പോ ഇവിടുത്തെ പണി എന്തായാലും ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടില്ല ഗൈസ്. വെറുതെ ഇവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ. ചിലപ്പോ ഇത്ര നാളായിട്ട് ഈ സിറ്റി തുടങ്ങിയിട്ട്. ഇനി ഇവിടെ എന്തുള്ളേ? ഇവിടൊക്കെ എന്താ ബിൽഡ് പൊളിഞ്ഞെടുക്കുന്നുണ്ട് ഗൈസ്. ഇത് ഏരിയ ഇവിടെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാ? ഈ ഏരിയയുടെ പേരെന്താ? 2:0. ഓ സൂ. അവിടെ സൂന് ഇങ്ങനെ കയറാൻ മനസ്സിലാവാ. സൂ എന്നാണ് ഗൈസ്. 2:0. ഇനി ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഒന്നുമേ ഇല്ല ഗൈസ്. ഒന്നും അങ്ങോട്ട് സെറ്റ് ആയിട്ടില്ല. നമുക്ക് ഈ ഏരിയക്ക് കൂടെ ഒന്ന് പോയി നോക്കാം. ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണം. ഇവിടെ എന്താ? ബോട്ട് റൈഡിങ്. ബോട്ട് റൈഡിങ് ഇഷ്ട. ബോട്ടില്ലാണ്ട് എന്ത് ബോട്ട് റൈഡിങ്? ഉമ്മാരടക്കലൊക്കെ പറ്റിയാട്ടാ. ശരിയില്ല എത്തിക്കുന്ന കുഴപ്പമുണ്ട്. തുടങ്ങിയപ്പോൾ എന്താ കുഴപ്പം? ഇവിടെ എന്തോ 2 വലിയ പാലം കണ്ട് ഗൈസ്. ഈ വഴി പോയി നോക്കാം. സ്കൈ ഐലൻഡ് എനിക്ക് നല്ല ഇഷ്ടമായി ഗൈസ്. നമുക്ക് ഇനി ഇവിടെ കൂടണം ഗൈസ്. ഇവിടെ നമുക്ക് കൂടാം. ആൾക്കാരെ കാണാണെങ്കിൽ നമുക്ക് ഇവിടെ ഏതൊരു സ്ഥലം എടുത്ത് പിടിച്ച് നമുക്ക് സെറ്റ് ആക്കായിരുന്നു, വീടൊക്കെ വെക്കായിരുന്നു. പക്ഷെ ആരും കാണണല്ലേ. ഇതാരുടെ വീടാടാ? ഇതാരുടെ ഒരാളുടെ വീടാണെന്നുണ്ട് ഗൈസ്. ഈ വീട് നമുക്ക് കണ്ടിട്ടില്ല. നമ്മൾ കേറി നോക്കാം. ഇവിടെ കാര്യങ്ങളുണ്ടോ? ഹലോ ആരില്ല. തുറടാ. ഓക്കെ, ആരില്ല. ഒരുത്തനുമില്ല. ഒരു പട്ടിക്കുഞ്ഞു പോലില്ല. ഇത് ബിൽഡ് ആയിട്ടോ ഇന്റീരിയറും ചെയ്തിട്ടെന്ന് തോന്നുന്നു. ഓക്കെ, പുറത്തിറങ്ങിയൊക്കെ പുതിയ ആളുകളാണെന്നുകൊണ്ട് ഗൈസ്. ഓക്കെ, ഇനി നമുക്ക് ഈ വഴി പോയേക്കാം. നമ്മുടെ കൂടെ ഒരു ചെറുക്കുണ്ടായിരുന്നു ഗൈസ്. അവനെയും കൂടി കാണാനില്ല. അവനൊക്കെ എവിടെയൊക്കെ വീണ് കിടക്കുന്നുണ്ടാവും. ഇത് വേറെ ഒരു വീടാണ് ഗൈസ്. ഒരു മഞ്ഞ വീട്. ഓ അത് മോഡേൺ വീടായിരുന്നു. എനിക്ക് നല്ലൊരു ഇഷ്ടം ഗൈസ്. ഒരു വെറൈറ്റി വരെ കാണാത്തൊരു ഡിസൈൻ. ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു വീട് കാണണം. ഓക്കെ, ഇനി ഇവിടെ ഏതെങ്കിലും പെട്ടി അത് ഓടിപ്പോയി. ഓക്കെ, ഇനി വേറെ ഇവിടെ എന്തൊക്കെയുണ്ട് ഗൈസ്? നമുക്ക് ഇവിടെ ഏതെങ്കിലും ഏരിയ ഒക്കെ എടുക്കണം ഗൈസ്. പക്ഷെ ആരും ഇവിടെ കാണാനില്ല. ആരിലൊക്കെ കാണട്ടെ എന്താണെന്ന് ചോദിക്കാൻ വേണ്ടിട്ട് ഉമാരൊക്കെ അവിടെ പോയി എടുക്കണം. ഒരു പട്ടിക്കുഞ്ഞുണ്ട്, വേറെ ഒന്നുമില്ല സത്യമായിട്ട്. ഈ വഴി ഇങ്ങോട്ട് പോയി നോക്കണം ഗൈസ്. നമുക്ക് നൈസായിട്ട് ഇവിടെ കൂടണം. ആരും അറിയണം. നമുക്ക് ഇവിടെ കൂടിച്ച പരിപാടികളൊക്കെ ഉണ്ട്. നമ്മുടെ കൂടിയിട്ട് നമുക്ക് പഴയ സ്ഥലത്തൊക്കെ നമുക്ക് പോകണം. പക്ഷെ പല സ്ഥലത്തിനും എൻ്റെ തലടിച്ച് തരാൻ മറന്നുപോയി ഗൈസ്. തലടിച്ച് വീണേന്നുകൊണ്ട് ചെറിയ ഓർമ്മ കുറവുള്ള പോലെ. ഓക്കെ, നമുക്ക് ഈ വഴി പോവാണെങ്കിൽ ഇവിടെ ഏതോ ഒരു വീടുണ്ട്. ഇത് വീടാണോ വേറെ എന്തെങ്കിലാണോ? അതെ, വീടാ. എന്റെ പൊന്നോ, ബെടാ വീടുള്ളത്. എന്റെ പൊന്നു, എന്തൊരു വീടാണ് അത്. ഏതോ റിച്ച് ആളുടെ വീടാന്നുണ്ട് ഗൈസ്. എന്തൊരു വീടാ. സീൻ വീട്. കൊള്ളാം. നൈസ് വീടായിട്ടുണ്ട്. കണ്ട എന്റെ പൊന്നു, ഓട്ടർച്ച വിളിച്ച് കൊണ്ടുവരും ഇവിടെ ഹാളിലെ. എന്തൊരു വീടാടേ. നമുക്ക് മേളിൽ കയറാ. ഓക്കെ, സെറ്റ്. കണ്ട ലുക്ക്. ഈ വീട് നമുക്ക് എടുത്താ ഞങ്ങള്. നമുക്ക് ഈ ബെഡ് റീസ്പോൺ ചെയ്യാം ഗൈസ്. വല്ല അത്യാവശ്യത്തിന് എന്തെങ്കിലുമൊക്കെ വന്നാലോ. ഇവിടെ ഒന്നുമില്ല. ജബ ഇവിടെ ഒന്നുമില്ല. അത്യാവശ്യം അധികം നല്ല വലിയ വീടാണ് ഗൈസ്. ഇവിടെ എന്തൊരു ഓട്ടോ വരെ കണ്ട്. ഈ വഴി കയറി നോക്കട്ടെ. എന്റെ മുന്നോ
കിടിലൻ വീടാട്ടാ. ഛേ കിടിലൻ കാറാട്ടാ. ഈ കാറൊക്കെ നമുക്ക് ഇവിടെ നിന്ന് എടുക്കണം ഗൈസ്. അതൊക്കെ സെറ്റാക്കി ഇത്തിരി നാൾ നമ്മൾ ഇവിടെ ആയിരിക്കും. വെള്ളത്തിൽ അടിക്കോ കുളിച്ച് മേടിക്കുക. ഒരു മുങ്ങാൻ വീട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇത്തിരി നാൾ ഇവിടെ ആയിരിക്കും ഗൈസ്. നമുക്ക് ഇനി ഇത്തിരി കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. കാറൊക്കെ അടിച്ചുകൊണ്ട് പോകണം. നമ്മുടെ ഏരിയ പഴയ ഏരിയ എവിടെയാണെന്നും കൂടി എനിക്ക് ഓർമ്മയില്ല ഗൈസ്. തലടിച്ച് വീണായിരുന്നേ. ഫ്ലൈറ്റ് കട ഇത് ഏരിയ. ഇതെന്ത് ഏരിയ ഉണ്ട് ഗൈസ്? ഇവിടെ എന്താ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ എവിടുന്നാണോ ക്രാഷ് ലാൻഡ് ആയി? നമ്മൾ ഇവിടുത്തെ ആളെന്നൊക്കെ മറന്നു ഇടേ. എന്തെങ്കിലാവട്ടെ ഇവിടെ. ഓക്കെ ഇവിടെ കയറി നോക്കട്ടെ. ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. എന്താ ഇവിടെ ആരില്ലല്ലോ. ഇവിടെ ഈ ആരിലൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും. ഇവിടെ പ്ലെയിൻ. ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട പ്ലേറ്റ് അടിച്ചാടി കയറിപ്പോ. ഇവിടെ പ്ലെയിൻ കണ്ട പിന്നെ എൻ്റെ ബില്ലും ബ്രേക്കും പോട്ടെ. ഞാൻ പൈലറ്റ് നല്ലതൊക്കെ അറിയാലോ. തുറക്കങ്ങട് എന്ത് കഷ്ടം നോക്ക്. ചാടി അയ്യോ വഴി മാറിപ്പോയി. എടാ ഇത് ഏത് വഴിയാടാ പോണ്ടേ എൻ്റെ ഉള്ളിക്ക്? അയ്യോ വഴിയും കാണാനല്ലേ കണ്ണും കാണില്ല. അയ്യോ ഏത് വരെടാ പോണ്ടേ? ഈ വഴിയാണോ? ഈ വഴി പോയാ ഈ വഴി കയറി പോകാൻ പറ്റുമോ? ഇല്ലടാ അവ അടച്ചിട്ട് കടാ. ഏത് വഴിയാടാ ഇപ്പൊ പോണ്ടേ? ഒയ്യടാ എനിക്ക് പ്ലെയിനിൻ്റെ അടുത്ത് പോകണം. ഞാൻ അപ്പൊ കിടന്ന് കരയും. ഈ വഴിയാന്നോണ്ട്. ഈ വഴി അതെ. ഇത് കൂടല്ലോ. എടാ ഏത് ഏരിയടാ? കിണ്ടി കാണാനില്ല. ഇത് തന്നെ ഓക്കെ. ഇവിടെ തുറക്കാണ്. എപ്പോഴാണ് ഓക്കെ. പ്ലെയിൻ കിട്ടോ? അവിടെ നമ്മള് ഓടിച്ച അതേപോലത്തെ പ്ലെയിൻടാ. സെറ്റ്. ഈ പ്ലെയിൻ നമുക്ക് എടുത്തുകൊണ്ട് പോയാലോ കേസ്. ഇതില് പക്ഷേ ഇത് തോന്നണ കേസ് ചാവി ഇവിടെ വെക്കുന്നെങ്കിൽ തോന്നലേ. കണ്ട് ഇവിടെ നമ്മളെ പ്ലെയിൻ ഹൈടെക് പ്ലെയിൻ ആട്ടോ. നല്ല സെറ്റപ്പ് പ്ലെയിൻ. ഇവിടെ ഇരിക്കാൻ പറ്റുമോ? ഇല്ല ഇവിടെ ഇരിക്കാൻ പറ്റില്ല. ഇവിടെ ഇരിക്കാൻ പറ്റുന്ന സെറ്റ് പ്ലെയിൻ. റെഡ് സീൻ സാധനം. സോ നമ്മളിനി ഇത്രയാണ് ഇവിടെ ഇരിക്കും കേസ്. സോ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ വേറെ വീഡിയോയിലൊക്കെ കാണാം. നമ്മളെന്തായാലും ഇവിടെ വീഡിയോ നിർത്താണ്. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും വരാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. തൊണ്ടവേനയും ജലദോഷവും ഭാഗങ്ങളൊക്കെ ഉണ്ടായിട്ടാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. ഈ വീഡിയോ എടുക്കുന്നതൊക്കെ നല്ലപോലെ തൊണ്ടയ്ക്ക് സ്ട്രെയിൻ കൊടുക്കുന്നുണ്ട്. സോ ഒരു സബ് ലൈക്കൊക്കെ ചെയ്തേക്ക്. ഓക്കെ.